നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇലക്ട്രൽ ബോണ്ട് കേസിൽ നിർണായക ദിവസമാണ്. ഇന്ന് കോടതിയിൽ വീണ്ടും ഈ വിഷയം വരുന്നുണ്ട്. ബോണ്ടുകളുടെ സീരിയൽ നമ്പർ അറിഞ്ഞാൽ മാത്രമേ ആർക്കാണ് ഈ പണം കിട്ടിയത് എന്നത് കൃത്യമായി അറിയാൻ കഴിയൂ എന്നൊരു സാഹചര്യമുണ്ട്. SBI ഇന്ന് ആ വിവരം കോടതിയിൽ കൈമാറുമോ എന്നതാണ് ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്ന കാര്യമെന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും വലിയ ആരോപണമായി നിൽക്കുന്നത് ഇലക്ട്രൽ ബോണ്ടാണ്. SBI ഇന്ന് വിവരം കൈമാറിയാൽ ഏതൊക്കെ പാർട്ടികൾ ഇത് വാങ്ങി എന്നതിൽ കൃത്യമായ വിവരമാകും. 2 തവണ കോടതിയിൽ നിന്ന് പ്രഹരമേറ്റ SBI ഇന്ന് കോടതി നിർദ്ദേശത്തിനനുസരിച്ച് ഈ വിവരം കൈമാറുന്നുണ്ടോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്, കോൺഗ്രസ് ഇന്നലെ ജോഡോ യാത്ര പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വിശദമായി കടക്കുകയാണ് കോൺഗ്രസ്. അവരുടെ തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് ചേരുന്നുണ്ട്. നാളെ പ്രവർത്തക സമിതി യോഗം ചേരും. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. കേരളത്തിൽ NDAയുടെ 4 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇനിയും ആയിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. BJPക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നു. നാളെ മോദി എത്താനിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ആദ്യം പ്രധാന തലക്കെട്ടുകൾ കാണാം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇന്ന് നിർണായകം. ബോണ്ടുകളുടെ സീരിയൽ നമ്പർ കൈമാറാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തിൽ SBI ഇന്ന് മറുപടി നൽകും. കെജ്രിവാളിനെ വിടാതെ കേന്ദ്ര അന്വേഷണ ഏജൻസി. ജൽ ബോർഡ് അഴിമതി കേസിൽ ഇന്ന് ഹാജരാകണം. മദ്യനയ കേസിൽ ഈ മാസം 21-ന് ഹാജരാകാനും നോട്ടീസ്. ഹിമാചൽ പ്രദേശിൽ അയോഗ്യരാക്കപ്പെട്ട 6 കോൺഗ്രസ് MLA-മാരുടെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. അയോഗ്യരാക്കിയ സ്പീക്കറുടെ നടപടി ചോദ്യം ചെയ്താണ് MLA-മാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ വീണ്ടും അധികാരത്തിൽ പ്രസിഡന്റാകുന്നത് 5ാം തവണ. 87% വോട്ട് നേടിയെന്ന് അവകാശവാദം. സംസ്ഥാനത്ത് പ്രചാരണ ചൂട് കടുക്കുന്നു. 2ാം ഘട്ട പ്രചാരണത്തിന് LDF-ഉം UDF-ഉം. 4 മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിൽ. പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. പരിപാടിയുടെ സമയക്രമത്തിൽ മാറ്റം. മസാല ബോണ്ട് കേസ് വീണ്ടും ഹൈക്കോടതിയിൽ. ഫെമ നിയമലംഘനം പരിശോധിക്കുന്ന ED സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കും. ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇന്ന് നിർണായക ദിവസമാണ്. ബോണ്ടുകളുടെ സീരിയൽ നമ്പർ കൈമാറാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തിൽ SBI ഇന്ന് മറുപടി നൽകും. കൃത്യമായ വിവരങ്ങൾ SBI കൈമാറുമോ എന്നതാണ് രാജ്യം കാത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ആർക്കൊക്കെയാണ് ഈ പണം കിട്ടിയത് എന്ന കാര്യത്തിൽ ആധികാരികമായ വിവരമാകൂ, കൃത്യമായ വിവരമാകൂ. അശ്വിനിയുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. അശ്വിനി, തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടാണ്. ആരൊക്കെ പണം വാങ്ങി, എന്തിനാണ് ഈ പണം വാങ്ങിയത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളോട്. ഈ ഘട്ടത്തിൽ സീരിയൽ നമ്പർ വിവരങ്ങൾ പുറത്തു വന്നാൽ അത് എത്രമാത്രം നിർണായകമാകും? SBI 2 തവണ വിമർശനം കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയതാണ്. ഇന്ന് കോടതി ആവശ്യപ്പെട്ട പ്രകാരമുള്ള എല്ലാ വിവരങ്ങളും കൈമാറുമെന്നതാണോ പ്രതീക്ഷിക്കുന്നത്? രേണുക, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം സുപ്രീം കോടതി ഈ കേസിൽ 2 തവണ SBIയെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് സുപ്രീം കോടതി ആദ്യമേ നിർദ്ദേശിച്ച ദിവസം തന്നെ വിവരങ്ങൾ SBI കൈമാറുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിലവിൽ അതിൻ്റെ മറ്റു വിവരങ്ങൾ, അതായത് സീരിയൽ കോഡടക്കമുള്ളവ ഇന്ന് കൈമാറാതിരിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കാരണം ഇതിൻ്റെ കണക്കുകളെല്ലാം ആരൊക്കെ ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര രൂപ കൊടുത്തു എന്നതടക്കമുള്ള കണക്കുകൾ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ ഒരു ഏകദേശ വിവരങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീരിയൽ കോഡ് അടക്കം മറച്ചു വെക്കേണ്ട ഒരു സാഹചര്യം നിലവിലത്തെ സാഹചര്യത്തിലില്ല. എന്നാൽ ഇത് സംബന്ധിച്ച മറ്റൊരു വാർത്ത ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിനപത്രങ്ങളിലടക്കം പ്രധാന ഫ്രണ്ട് പേജിലടക്കം വന്ന വാർത്ത ഇതാണ്. അതായത് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പല പാർട്ടികളും വെളിപ്പെടുത്തിയെങ്കിലും അത് ആരൊക്കെ തന്നു എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ വിവരം ഇവർ കൈമാറിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ വിവരങ്ങളാണ് ഇനിയും ലഭ്യമാകാത്തത്. BJPയും ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറിയിട്ടില്ല. ആരാണ് എത്ര കോടിയുടെ അല്ലെങ്കിൽ എത്ര
ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതെന്ന വിവരം BJPയും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം വെറും 10 പാർട്ടികൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുള്ളതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിനകത്ത് വളരെ നിർണായകമായ നിലപാടാണ് സ്വീകരിച്ചത്. കാരണം BJP ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വഴി പണം ലഭിച്ച പാർട്ടി. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വെട്ടിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ, ക്രമക്കേടുകൾ BJP നടത്തിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് കേസിനകത്ത് BJPക്കെതിരെ ഒരു ആയുധമാക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ പലരും ഇതിന്റെ വിവരങ്ങൾ കൈമാറിയിട്ടില്ല എന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാണ്. ഇത് സംബന്ധിച്ച് വാക്പോർ അല്ലെങ്കിൽ ഇത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെയും ഒരു ആയുധമാക്കാം, BJPക്കും ഇത് വീണ് കിട്ടിയൊരു അവസരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. രേണുക, തീർച്ചയായും എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ ഒളിച്ചുകളികൾ തുടരുകയാണ്. അവർക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്നത് വേണം ഈ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ അവർ മടിച്ചു നിൽക്കുന്നതിന് പ്രധാന കാരണം. എന്തായാലും SBI ഇന്ന് സീരിയൽ വിവരങ്ങൾ പുറത്തു വരുന്നു. അത് വരുന്നതോടുകൂടി അത് പുറത്തു വന്നാൽ കൃത്യമായി ആരൊക്കെ ഏതൊക്കെ പാർട്ടികൾക്ക് പണം നൽകിയെന്നതിന്റെ വിവരമാകും. എന്തായാലും തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി തന്നെ ഇലക്ട്രൽ ബോണ്ട് മാറുകയാണ്. ഇന്നത്തെ കോടതി നടപടികൾ അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായി മാറുന്നു. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു വാർത്ത ഡൽഹിയിൽ നിന്ന് തന്നെയുള്ളതാണ്. ജൽ ബോർഡ് അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഹാജരാകണമെന്ന് ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഹാജരാകുമോ ഇല്ലയോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നോട്ടീസ് നൽകി ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇന്നലെയാണ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയത്. മദ്യനയ കേസിൽ ഈ മാസം 21-ന് ഹാജരാകണമെന്നും കെജ്രിവാളിനോട് ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. അശ്വിനി, ED വരിഞ്ഞു മുറുക്കുന്നു കെജ്രിവാളിനെ എന്ന് തന്നെ വേണം പറയാൻ. ഒരു കേസിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ച് ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് അടുത്ത 2 കേസുകളിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 21-ന് വീണ്ടും ഹാജരാകണം. ഇന്ന് എന്താണ് AAP ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? കെജ്രിവാൾ ഹാജരാകാനുള്ള സാഹചര്യമുണ്ടോ? തങ്ങളെ കുടുക്കാനാണ് ശ്രമം, കെജ്രിവാൾ മത്സരിക്കുന്നത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ AAP ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ AAP പ്രതിരോധിക്കുന്നത്? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം നേരത്തെ തന്നെ പ്രതിപക്ഷ നിരയിലെ പ്രമുഖരായ പലരും EDയുടെ കേസുകളിൽ കുടുങ്ങി അറസ്റ്റിലായി ജയിലിലാണ്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ 3 നേതാക്കളെ ED അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ 2 പേർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. ഇതിന് പുറമെയാണ് ഹേമന്ത് സോറൻ, അതായത് ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെയും ED അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് അടക്കമുള്ള സാധ്യതകൾ AAP തള്ളിക്കളയുന്നില്ല എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ഹാജരായേക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസം കോടതി ഹാജരാകാത്തതിനെ അരവിന്ദ് കെജ്രിവാളിനെ വിമർശിച്ചിരുന്നു. ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും ഇത്രയധികം സമൻസ് നൽകിയിട്ട് ഹാജരാകാത്തതിൽ അരവിന്ദ് കെജ്രിവാളിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടതും. ഇത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം കെജ്രിവാൾ നേരിട്ട് ഹാജരായതും. ഈ ഹാജരായി ജാമ്യം ലഭിച്ചത് ശനിയാഴ്ചയാണെങ്കിൽ ഞായറാഴ്ചയോടുകൂടി, അതായത് ഇന്നലെയാണ് 2 സമൻസുകൾ, അതും 2 വ്യത്യസ്ത കേസുകളിൽ ഇപ്പോൾ ED അയച്ചിരിക്കുന്നത്. ഒന്ന് ജൽ ബോർഡ് നിയമനത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ളത്. മറ്റൊന്ന് ഈ മദ്യനയ കേസിൽ തന്നെയാണ് വീണ്ടും സമൻസ് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്ന് ഹാജരായില്ലെങ്കിൽ, ജൽ ബോർഡ് കേസിനകത്ത് ഹാജരായില്ലെങ്കിൽ പോലും മദ്യനയ കേസിനകത്ത് അരവിന്ദ് കെജ്രിവാളിന് ഹാജരാകേണ്ടി വരും. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ 8 സമൻസുകളാണ് ഈ കേസിൽ മാത്രമായി അരവിന്ദ് കെജ്രിവാളിന് അയച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നൽകിയിട്ടുള്ളത് 9ാമത്തെ സമൻസാണ്. ഇതിന് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ EDക്ക് നീങ്ങാൻ സാധിച്ചേക്കും എന്നൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്നാൽ ഇന്നത്തെ ജൽ ബോർഡ് നിയമന കേസിൽ അരവിന്ദ് കെജ്രിവാൾ അതായത് സമൻസ് അയച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക സ്ഥിരീകരണമോ അറിയിപ്പോ ഒന്നും AAP ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. രേണുക, തീർച്ചയായും എന്തായാലും ഇത് രാഷ്ട്രീയമായി വേട്ടയാടലാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടി തന്നെ പ്രതിരോധിക്കാനാണ് AAP തയ്യാറെടുത്തിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒഴിവാക്കണം, AAPയുടെ പ്രവർത്തനങ്ങളെ ആകെ തകിടമറിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്ന ആരോപണം AAP ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളും സ്ഥാനാർത്ഥി നിർണയവുമായുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തിരക്ക് പിടിച്ച ചർച്ചകളിലും പരിപാടികളിലുമാണ്. കോൺഗ്രസ് ഇന്നലെ അവരുടെ ജോഡോ യാത്ര പൂർത്തിയാക്കിയിരുന്നു. അത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യം
തന്നെയായിരുന്നു അതിൻ്റെ കാഴ്ചകൾ. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ സമാപന സമ്മേളനത്തിൽ എത്തിയെന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇന്നലെ ജോഡോ യാത്ര പൂർത്തിയാക്കി ഇന്ന് തെരഞ്ഞെടുപ്പ് തീരുമാനങ്ങളിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും ഒക്കെ കൂടുതൽ ശക്തമായി കടക്കുകയാണ് കോൺഗ്രസ്. ഇന്ന് കേന്ദ്ര പ്രവർത്തക സമിതി യോഗം നാളെ ചേരുന്നുണ്ട് കോൺഗ്രസിന്റെ. ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതിയും യോഗം ചേരുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതോടെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള യോഗവും നാളെ ഉണ്ടാകും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് യോഗം വൈകിട്ടാണ് ചേരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി നിർണ്ണയം വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. അശ്വിനി, രാഹുൽ ഗാന്ധി വയനാടിന് പുറമെ എവിടെയൊക്കെ മത്സരിക്കും എന്ന ചോദ്യമുണ്ട്. പ്രിയങ്ക ഗാന്ധി എവിടെയായിരിക്കും തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളുടെ അടക്കമുള്ള തീരുമാനങ്ങൾ വരാനിരിക്കുകയാണ്. ജോഡോ യാത്ര വളരെ സക്സസ്ഫുള്ളാക്കി പൂർത്തിയാക്കി എന്നതാണ് കരുതുന്നത്. ഇന്നലെ സമാപന സമ്മേളനത്തിലെ രാഹുലിന്റെ പ്രസംഗം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. അപ്പോൾ ഇനി നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത്? ഇന്ത്യ മുന്നണിയെ കൂടുതൽ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു ദൗത്യവും കൂടി രാഹുലിനെ സംബന്ധിച്ചുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, ഇന്നലെ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ ഇത്തരത്തിലൊരു മഹാറാലി, അത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചൊരു റാലി, അത് വളരെ വിജയപൂർവ്വം പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം ജനക്കൂട്ടവും ഒക്കെ അല്ലെങ്കിൽ ആളുകളുടെ ഒരു വളരെ അധികം സാന്നിധ്യവും ഒക്കെ ആ റാലിയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ നിരയിലുള്ള പാർട്ടികളുടെ പ്രധാന നേതാക്കളെല്ലാം ആ വേദിയിൽ എത്തുകയും ചെയ്തിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ വളരെ രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ തെരഞ്ഞെടുപ്പ് പ്രചാരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഒരു പ്രചാരണത്തിന് തുടക്കം വിടാനും ഈ ശിവാജി പാർക്കിൽ ഇന്നലെ സംഘടിപ്പിച്ച റാലിയിലൂടെ സാധിച്ചു എന്ന് നമുക്ക് പറയാം. വളരെയധികം പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് മിക്ക നേതാക്കളുടെയും പ്രസംഗം എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് തങ്ങളുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. നാളെ CWCയും അതുപോലെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ഒക്കെ നാളെയാണ് ചേരുന്നത്. നാളെ വൈകിട്ട് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. അതിന് മുന്നോടിയായി പ്രവർത്തക സമിതി യോഗം നാളെ രാവിലെ 10 മണിക്ക് ചേരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ പ്രകടന പത്രിക നാളെ പുറത്തിറക്കും എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ യാത്രയിലുടനീളം ഭാരത് ജോഡോ ന്യായ യാത്രയിലുടനീളം കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് 5 പ്രധാന കാര്യങ്ങളാണ്. ഇതിലൂന്നിയുള്ള ഒരു പ്രകടന പത്രിക തന്നെയായിരിക്കും കോൺഗ്രസിൻ്റേതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ യാത്രയിലെ അവസാന 5 ദിവസം മഹാരാഷ്ട്രയിലൂടെ കടന്നുപോയ ആ ദിവസങ്ങളിൽ 5 ദിവസങ്ങളിലായി 5 ന്യായ് പദ്ധതികളാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഇതിൽ ഊന്നിയുള്ള ഒരു മാനിഫെസ്റ്റോ തന്നെയായിരിക്കും കോൺഗ്രസ് നാളെ പുറത്തുവിടുക. ഇതിനുശേഷമാണ് മറ്റ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുന്നത്. ഉത്തർപ്രദേശ് അടക്കമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് വളരെ സ്വാധീനം കുറഞ്ഞ മേഖലകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഈ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായ ചർച്ചകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ ഇതിൽ നടത്തിയതിന് ശേഷമായിരിക്കും ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുക. കാരണം ഈ അവസാന നിമിഷം സ്ഥാനാർത്ഥികൾ പാർട്ടി വിട്ട് വരുന്നൊരു സാഹചര്യം ഇതെല്ലാം കണക്കിലെടുത്ത് അവരെ കൂടി ഉൾക്കൊള്ളിക്കാനുള്ള രീതി സാധിച്ച് അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക പ്രഖ്യാപനത്തിനുള്ള ഒരു സാധ്യതയായിരിക്കും നമുക്ക് മുന്നിൽ കാണാനുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ മറ്റു പാർട്ടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. BJPയിൽ നിന്ന് ശ്രദ്ധേയരായ 1-2 നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചിട്ട് വേണം ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിഗണിച്ച് അത്തരത്തിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് ഉറപ്പുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഈ വരും ദിവസങ്ങളിലും പ്രഖ്യാപിക്കുക. പ്രത്യേകിച്ച് 1ാം ഘട്ടത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാനായിരിക്കും കോൺഗ്രസ് പ്രധാനമായും ശ്രമിക്കുക. കോൺഗ്രസിനൊപ്പം തന്നെ ഇന്ന് BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിന്റെ കോർ കമ്മിറ്റി യോഗമാണ് ഇന്ന് ചേരുന്നത്. JP നദ്ദ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെയും സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ അമിത്ഷായും പങ്കെടുക്കും. അതിന് പുറമെ യോഗി ആദിത്യനാഥ് അടക്കമുള്ള നേതാക്കളും ഇതിൽ പങ്കാളികളാകും. അപ്പം അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഉത്തർപ്രദേശിലെ മറ്റ് സീറ്റുകളിലെ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ ഇന്നോ അല്ലെങ്കിൽ നാളെത്തോടെയോടെയോ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ 3ാമത്തെ പട്ടിക 2 പാർട്ടികളുടെയും സ്ഥാനാർത്ഥി പട്ടിക 3ാമത്തെ പട്ടിക നമുക്ക് പ്രതീക്ഷിക്കാനാകും. രേണുക, അശ്വിനിയാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാക്കും. സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയായി എന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് വ്യക്തമാക്കി. മുന്നണിയിലേക്ക് എത്തിയ വഞ്ചിത് ബഹുജൻ പാർട്ടിക്ക് നൽകുന്ന സീറ്റിലാണ് ഇനിയും തീരുമാനമാകാത്തതെന്നാണ് സൂചന. സീറ്റ് വിഭജനം ആരംഭിക്കുന്നതിന് മുൻപാണ് VBA മഹാവികാസ് അഘാഡിയുടെ ഭാഗമായത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് നീങ്ങുകയാണ്. അത് കുറ്റമറ്റതാക്കി പൂർത്തിയാക്കുക എന്നതാണ് രാജ്യം
പ്രതീക്ഷിക്കുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ റഷ്യയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൂടി നമ്മൾ കാണണം. റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ വീണ്ടും അധികാരത്തിൽ എത്തിയിരിക്കുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 87% വോട്ടുകൾ നേടി എന്നതാണ് പുടിന്റെ അവകാശവാദം. 5ാം തവണയാണ് പുടിൻ പ്രസിഡന്റ് ആകുന്നത്. പ്രധാന പാർട്ടികളെ മത്സരിക്കാൻ അനുവദിക്കാത്ത തെരഞ്ഞെടുപ്പിലാണ് പുടിൻ ആധികാരിക ജയം ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണം കടുപ്പിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. 2ാം ഘട്ട പ്രചരണത്തിലേക്ക് പ്രധാനപ്പെട്ട മുന്നണികളായ LDFും UDFും കടക്കുകയാണ്. അപ്പോൾ പോലും NDAക്ക് അവരുടെ 4 സീറ്റുകളിൽ ഇതുവരെ സ്ഥാനാർത്ഥികളായിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. സ്ഥാനാർത്ഥി വിശേഷങ്ങളും ഒപ്പം തന്നെ മണ്ഡലങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും ഇടവേളയ്ക്ക് ശേഷം. കേസിൽ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശക്തമായ പ്രചാരണത്തിലാണ് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ. വികസനവും വിലക്കയറ്റവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെച്ചാണ് മുന്നണികൾ വോട്ട് തേടുന്നത്. പ്രധാനമന്ത്രി നാളെ വീണ്ടും കേരളത്തിലെത്തുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം VV വിനോദ് ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. വിനോദ്, തെരഞ്ഞെടുപ്പ് തീയതികളായതോടുകൂടി നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്ന പ്രചരണം ചൂടുപിടിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയങ്ങൾ നോക്കിയാൽ LDF ഇതിനോടകം തന്നെ പൗരത്വ വിഷയമാണ് പ്രധാന അജണ്ട എന്നത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസ് പൗരത്വ വിഷയത്തിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങൾ കൂടി ചർച്ചയാക്കാൻ ശ്രമിക്കുകയാണ്. BJP കേന്ദ്ര നേട്ടങ്ങൾ പറഞ്ഞ് LDFനെയും UDFനെയും അവരുടെ ഭരണകാലത്തെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണമാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നത് സംസ്ഥാനത്ത്? BJPയുടെ 4 സ്ഥാനാർത്ഥികൾ ഇതുവരെ ആയിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ മറ്റു പാർട്ടികളിൽ നിന്ന് അവിടേക്ക് എത്തുന്നവർക്ക് കിട്ടുന്ന കൂടുതൽ പരിഗണനയിൽ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നു. CK പത്മനാഭൻ കഴിഞ്ഞ ദിവസം ഉയർത്തിയ വിമർശനം നമുക്കറിയാം. അദ്ദേഹം അത് പരസ്യമായി മാധ്യമങ്ങളോട് വിശദീകരിക്കാനും തയ്യാറായിരിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് സാഹചര്യങ്ങൾ? ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിലും ചർച്ചയാകുന്നുണ്ട്. ഇടത് പാർട്ടികൾ അത്തരമൊരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെടുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് ഇടത് പാർട്ടികൾ പോയിട്ടില്ല. മുസ്ലിം ലീഗ് പോയിട്ടില്ല. അതേസമയം കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഈ ഇലക്ട്രൽ ബോണ്ട് പട്ടികയിൽ ഉണ്ട്. അത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ സജീവമായി കേരളത്തിലും ഉയർന്നു വരുന്നുണ്ട്. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി CAA-യുമായി ബന്ധപ്പെട്ട് വന്ന വിഷയം അത് ഒരുപക്ഷെ നേരത്തെ ചർച്ച ചെയ്ത് അവസാനിച്ചു എന്ന് കരുതിയത് വീണ്ടും നിയമമായി വരുമ്പോൾ വലിയ തോതിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ കേരളത്തിൽ കൂടുതലായി ഉള്ള സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആ ചർച്ചകളും വലിയ തോതിൽ ഉയർന്നു വരുന്നത്. അത് ഇടതുപക്ഷം പ്രധാന പ്രചരണ ആയുധമാക്കുന്നു. നേരത്തെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പുകളിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും സജീവ ചർച്ചയായി ഈ വിഷയം വരുന്നത്. മറ്റൊന്ന് രേണുക സൂചിപ്പിച്ചു, പ്രധാനമന്ത്രിയുടെ വരവ് ഈ വർഷം തുടങ്ങിയ ശേഷം അദ്ദേഹം ഇത് 5ാമത് തവണയാണ് കേരളത്തിലേക്ക് വരുന്നത്. അടുത്തടുത്തിടെ ഇപ്പോൾ 2 തവണയായി വരുന്നു. 5ാമത് തവണ അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ പാലക്കാടുള്ള റാലിയിലാണ് പങ്കെടുക്കുന്നത്. അവിടെ തിരഞ്ഞെടുപ്പ് റാലി ആണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ തുടർച്ചയായുള്ള വരവ് അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് BJP ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. എന്നാൽ ചില കല്ലുകടികളും ഇതിനിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സംഭവം തന്നെ നമുക്ക് പരിശോധിക്കാം. കാസർഗോഡ് പത്മജ വേണുഗോപാൽ എത്തുമ്പോൾ അവിടെ CKP അദ്ദേഹം ആ എതിർപ്പ് പ്രകടിപ്പിച്ചത് ഉദ്ഘാടകനായി തന്നെ തീരുമാനിക്കുകയും പിന്നീട് അതിൽ നിന്ന് മാറ്റുകയും ചെയ്തതിലെ അനിഷ്ടം സ്ഥാനമാനങ്ങൾ തേടി പലരും BJPയിലേക്ക് വരുന്നു. ഇത് നേതൃത്വം തിരിച്ചറിയണം. ഉത്തരേന്ത്യയിലെ രീതിയിൽ കേരളത്തിൽ ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്നാൽ അതിന് അനുഗുണമായ രീതിയിലുള്ള പ്രയോജനമോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം വിചാരിക്കുന്നത് പോലുള്ള ഫലമോ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതായത് അദ്ദേഹത്തിനുള്ള അതൃപ്തി അദ്ദേഹം തുറന്നു പറയുകയാണ്. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആളുകൾ BJPയിലേക്ക് വരുമ്പോൾ BJPയിലെ മുതിർന്ന അംഗങ്ങൾക്കുണ്ടാകുന്ന അനിഷ്ടം, തങ്ങൾക്ക് കൈവരാവുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്ക് പോയുമെന്ന ചിന്ത അവരെ അലട്ടുന്നുണ്ട്. അതുതന്നെയാണ് അവിടെ പ്രതിഫലിച്ച് വരുന്നതും. മറ്റൊന്ന് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ 2ാം ഘട്ടം ആ നിലയിലേക്ക് സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനം മാറിയിട്ടുണ്ട്. നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരികയും
അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇനിയും BJPയുടെ 4 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അത് വൈകുകയാണ്. സ്വാഭാവികമായും അക്കാര്യത്തിലും വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ കൊല്ലം പോലൊരു മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥിയായി എത്തും, അല്ലെങ്കിൽ പ്രേമചന്ദ്രനെ സഹായിക്കാൻ BJP നീക്കം നടത്തുന്നു എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ തരത്തിൽ പ്രചരണം മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 39 ദിവസങ്ങൾ അവശേഷിക്കുന്ന ഒരു സാഹചര്യം. കുറച്ച് സമയം കിട്ടുന്നുണ്ട്. 2ാം ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ പ്രചരണത്തിനും വിശ്രമത്തിനും സമയം കിട്ടുമെന്നുള്ള വിലയിരുത്തൽ സ്ഥാനാർത്ഥികൾക്കുണ്ട്. ഏതായിരുന്നാലും വാദപ്രതിവാദങ്ങളും തുടരെയുള്ള ആരോപണങ്ങളുമൊക്കെയും കളം നിറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം EP ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം, അത് EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും നിഷേധിക്കുന്നു. ഈ തരത്തിൽ ചൂടുപിടിച്ച ചർച്ചകളും വിവാദങ്ങളും എല്ലാം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയാണ്. രേണുക, തീർച്ചയായും എല്ലാ വിഷയങ്ങളും ഉയർന്നു വരുന്നു. കൂടുതൽ സമയം പ്രചരണത്തിന് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും ചർച്ചയാക്കി ജനങ്ങളുടെ അവരുടെ സമ്മതം നേടാനുള്ള നീക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, എറണാകുളത്തേക്ക് വന്നാൽ അവിടെ മറ്റ് 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ 2ാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല എന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമല്ല എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നത് എന്നതാണ് ജില്ലയിലെ BJP നേതൃത്വം പറയുന്നത്. പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മേജർ രവിയുടേത് ഉൾപ്പെടെയുള്ള പേരുകൾ അവിടെ പറഞ്ഞു കേൾക്കുന്നു. എങ്ങനെയാണ് BJP സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടുക്കുന്നത്? ആർക്കൊക്കെയാണ് സാധ്യത പറയുന്നത്? രേണുക എന്നോട് ചോദിച്ച ചോദ്യം തന്നെയാണ്, എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് എന്ന ചോദ്യം തന്നെയാണ് ഇവിടുത്തെ BJP പ്രവർത്തകർ അവരുടെ നേതാക്കളോടും ചോദിക്കുന്നത്. എന്താണ് സ്ഥാനാർത്ഥി എത്താൻ ഇത്ര വൈകുന്നത് എന്ന ചോദ്യം തന്നെയാണ് അവർ ദിവസവും നേതാക്കളോട് ചോദിക്കുന്നത്. സംസ്ഥാന നേതാക്കളോട് ചോദിക്കുന്നു, അവർ കേന്ദ്ര നേതാക്കളോട് ചോദിക്കുന്നു, എന്താണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം. പ്രത്യേകിച്ച് അധികമൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഒരു ഭൂമികയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 1.3 ലക്ഷം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു അൽഫോൺസ് കണ്ണന്താനത്തിന് എന്നത് ഒരു നേട്ടം തന്നെയായിട്ട് കാണുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് മുകളിലേക്ക് ശരാശരി വോട്ടിംഗ് നിലവാരം കൊണ്ടുവരാനായിട്ട് വോട്ട് നേടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വേണം എന്ന രീതിയിലൊരു പൊതുചർച്ച ആദ്യഘട്ടങ്ങളിൽ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു ലത്തീൻ സമുദായത്തിനടക്കം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. അത്തരം സമുദായ സമവാക്യങ്ങൾ പലപ്പോഴും നോക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടെത്താനുള്ളൊരു ശ്രമമാണോ എന്ന രീതിയിലടക്കം ആദ്യഘട്ടത്തിൽ പറച്ചിലുകൾ ഉണ്ടായിരുന്നു. അതിൽ അനിൽ ആൻ്റണി ഇവിടേക്ക് മത്സരിച്ചേക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അനിൽ ആൻ്റണി പത്തനംതിട്ടയ്ക്ക് പോയിരുന്നു. ഒപ്പം മാവേലിക്ക അസംബ്ലിയിൽ മത്സരിച്ച അനൂപ് ആൻ്റണിയുടെ പേര് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അത്തരം പേരുകളിലേക്കൊന്നും എത്തിയിട്ടില്ല. ഒടുവിൽ മേജർ രവിയുടെ പേരുകൾ അടക്കം പറയുന്നുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. മേജർ രവിയുടെ പേര് അടക്കം പറയുന്നു. ജില്ലാ പ്രസിഡന്റ് ഷൈജുവിൻ്റെ പേരും ഇതിൽ പരിഗണിക്കപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം പേരുകളുടെ പരിഗണന, അത്തരം ചർച്ചകൾ ഇത് നടക്കുന്നതല്ല, അതൊരു പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്നില്ല. ഇവിടെ 2020 അടക്കമുള്ളവർ പോലും ഈ വലിയ രീതിയിലൊരു പ്രചാരണത്തിലേക്ക് അടക്കം കടന്നു കഴിഞ്ഞ ഒരു പ്രചാരണ പരിപാടികളുമായിട്ട് അടക്കം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോലും ദേശീയ പാർട്ടി BJPക്ക് NDA മുന്നണിക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല എന്നത് തന്നെയാണ്. എന്തായാലും അത്തരം ചർച്ചകൾ ഇപ്പോഴും തന്നെ തുടർന്ന് വൈകാതെ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. BJP സ്ഥാനാർത്ഥി ആര് എന്ന തരത്തിലുള്ളൊരു ആശങ്കയുണ്ടോ? ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ നേതൃത്വം തീരുമാനിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്രൈസ് കാൻഡിഡേറ്റ് വരികയോ ചെയ്താൽ അവരുടെ സാധ്യതകളെ അത് സ്വാധീനിക്കുമെന്ന ആശങ്ക മറ്റു മുന്നണികൾക്കുണ്ടോ? എങ്ങനെയാണ് അവർ BJP സ്ഥാനാർത്ഥി വൈകുന്നതിനെ നോക്കിക്കാണുന്നത്? രേണുക, അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം BJP ഒരു സർപ്രൈസിംഗ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് മണ്ഡലത്തിൽ ഉണ്ടാക്കുമെന്ന് കരുതുക വയ്യ. തുറന്നു പറഞ്ഞാൽ അത്തരമൊരു ചലനമൊന്നും സൃഷ്ടിക്കാൻ
എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലെങ്കിൽ BJP ഇതുവരെ അത്തരമൊരു പ്രകടനത്തിനോട് അടുത്ത് വരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുമെന്ന് ആരും തന്നെ വിലയിരുത്തുന്നില്ലെങ്കിലും നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാവുന്നതിനപ്പുറം ഒരു ജയസാധ്യതകളെ ബാധിക്കുന്ന, അതായത് ഇടത് വലതു മുന്നണികളുടെ ഒരു ജയസാധ്യതയെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കാവുന്ന തരത്തിലേക്ക് BJPക്ക് അങ്ങനെയൊരു പ്രകടനം നടത്താൻ കഴിയുമെന്നൊരു വിലയിരുത്തൽ മുന്നണികൾക്കുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു നല്ല സ്ഥാനാർത്ഥി വന്നാൽ ഒരു മത്സര സ്വഭാവം വലിയ രീതിയിലേക്ക് മാറും എന്നത് മാത്രമാണ് ഉള്ളത്. കാരണം ഇതിന് മുന്നിലുള്ള ഒരു തെരഞ്ഞെടുപ്പുകൾ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതുപോലെ 1,35,000-ഓളം വോട്ടുകൾ അൽഫോൺസ് കണ്ണന്താനത്തിന് നേടാൻ കഴിഞ്ഞു എന്നത് പറയേണ്ടതാണ്. അന്ന് ഹൈബ്രിഡിൻ്റെ ഭൂരിപക്ഷം ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 1.5 ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്നു. 1,75-80ഓളം തന്നെ വോട്ടുകളുടെ മഹാഭൂരിപക്ഷത്തിനാണ് അന്ന് പി രാജീവിനെ തോൽപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ വലിയ രീതിയിലുള്ള മാർജിനുകൾ മറ്റ് ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ വോട്ടിംഗ് മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ BJPക്ക് അതിൽ മത്സരം നടത്താൻ കഴിയുന്നു എന്നതിനപ്പുറം വലിയ സ്വാധീന ശക്തിയായിട്ട് മാറുവാനായിട്ട് എറണാകുളം മണ്ഡലത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നല്ലൊരു സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ മികച്ചൊരു പ്രകടനമോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധാകേന്ദ്രമാവുന്ന രീതിയിലോ മാറ്റിയെടുക്കാനായിട്ട് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഏതെങ്കിലും സർപ്രൈസ് കാൻഡിഡേറ്റ് എറണാകുളത്തെ സംബന്ധിച്ച് വരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി നിർണയം 4 ഇടങ്ങളിൽ വൈകുന്നത് ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, വടകരയിലെ വിശേഷം അറിയാതെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ചുവട് വെക്കാൻ പറ്റില്ല എന്ന സാഹചര്യമാണ് സംസ്ഥാനത്തിനെ സംബന്ധിച്ചുള്ളത്. അത്രമാത്രം എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമായി ഷാഫിയുടെ വരവോടുകൂടി തന്നെ ആ മണ്ഡലം മാറുന്നു. പ്രത്യേകിച്ച് ശൈലജ ടീച്ചർ മത്സരിക്കുന്നു എന്നതും മണ്ഡലത്തിന്റെ പ്രത്യേകതയാണ്. എന്താണ് ഇന്നത്തെ സാഹചര്യം? അവിടെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രചരണ പരിപാടികളിൽ ഏർപ്പെടുക? രേണുക, 2 MLA-മാർ തമ്മിൽ മത്സരിക്കുന്ന ഇടത്ത് ഏത് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കങ്ങൾ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും UDFന്റെ സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ടാവും. നേരത്തെ മെട്രോമാൻ ഏതാണ്ട് വിജയത്തിനടുത്തെത്തിയ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ച് MLA ഓഫീസ് വരെ തുറന്ന ആളാണെങ്കിൽ പോലും മെട്രോമാനെ മലർത്തിയടിച്ച പരിചയം പാലക്കാടിനുണ്ട്. അതുകൊണ്ട് BJP അടക്കമുള്ള ശക്തികൾ ഒരു തരത്തിലും പാലക്കാട് വഴി വീണ്ടും അവരുടെ അക്കൗണ്ട് തുറക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മട്ടന്നൂരാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് KK ശൈലജ ടീച്ചർ, ഇടതുമുന്നണിയുടെ ഏറ്റവും ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളായ ശൈലജ ടീച്ചർ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് K സുരേന്ദ്രൻ, BJP സംസ്ഥാന പ്രസിഡന്റ്, പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന രീതിയിൽ, അതായത് പാലക്കാട് നടക്കില്ല എന്ന രീതിയിൽ പറയുമ്പോൾ ഈ ഷാഫി പറമ്പിൽ പരാജയപ്പെടും എന്ന രീതിയിലെ ഒരു പ്രതികരണമാണ് ഉണ്ടായത്. ഇത് BJPയും CPM-ഉം തമ്മിലുള്ള ഒരു ബാന്ധവത്തിൽ നിന്നും ഉടലെടുത്ത ഒരു പ്രതികരണമാണ് എന്നാണ് ഇവർ പറയുന്നത്. ദുർബലരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് നേരത്തെ K മുരളീധരനടക്കം NDA സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ BJP ബാന്ധവമാണ് ഒരു വശത്ത് ചർച്ചയായി വരുന്നത്. മറുവശത്ത് ഈ UDFന്റെ അണികൾ ഈ ശൈലജ ടീച്ചർക്കെതിരായ മുദ്രാവാക്യങ്ങളും മറ്റുമൊക്കെ യോഗങ്ങളിൽ അല്ലെങ്കിൽ പ്രകടനങ്ങളിൽ റോഡ് ഷോകളിലൊക്കെ വിളിക്കുന്നുവെന്ന പരാതിയും അങ്ങനെ ഒരു ആക്ഷേപവും ഈ ഇടത് ക്യാമ്പിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ വടകര പട്ടണത്തിൽ എത്തിയ ദിനം തന്നെ വലിയ ട്രാഫിക് കുരുക്ക് പോലും ഉണ്ടാകുന്ന രീതിയിലുള്ള വലിയ സ്വീകരണം നൽകി. അതിനുശേഷം പേരാമ്പ്രയിൽ പോയപ്പോഴും കൂത്തുപറമ്പിൽ പോയപ്പോഴുമൊക്കെ 100 കണക്കിന് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരാണ് ഷാഫി പറമ്പിലിനെ സ്വീകരിക്കാനെത്തിയത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോകളിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുന്നു. മറുവശത്ത് ഈ പൗരത്വ നിയമത്തിനെതിരായ നൈറ്റ് മാർച്ചിലടക്കം KK ശൈലജ ടീച്ചർ നേതൃത്വം നൽകുന്ന പരിപാടികളിലും വലിയ ജനക്കൂട്ടം ഒഴുകുന്നു. കുടുംബയോഗങ്ങളിൽ പോലും 1000-നടുത്ത് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും ദൃശ്യമാണ്. അങ്ങനെ 2 വശത്തും 2 ക്രൗഡ് പുള്ളർമാരായ നേതാക്കൾ, ഒരാൾ പരിചയസമ്പന്നത കൊണ്ട് ജനഹൃദയം കീഴടക്കുന്ന ആളാണെങ്കിൽ മറുവശത്ത് യുവത്വം കൈമുതലാക്കി ജനങ്ങളെ കീഴടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ അപ്പുറത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രവചനാതീതമായ ഒരു മത്സരത്തിലേക്ക് മണ്ഡലം നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഈ ശൈലജ ടീച്ചർക്കെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു എന്ന പരാതി ഇടത് ക്യാമ്പിനുണ്ട്. പ്രത്യേകിച്ചും കോവിഡുമായി ബന്ധപ്പെട്ടും ഈ നിപ്പയുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്, അല്ലെങ്കിൽ അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് പോലും ലഭിച്ച പ്രശസ്തി ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് പിടിക്കുന്നത്. എന്നാൽ അതേ നാണയത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന അഴിമതി ആരോപണങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം ചൂടുപിടിച്ച ഒരു പ്രചാരണമാണ് വടകരയിൽ നടക്കുന്നത്. വടകരയിൽ പ്രചരണം ചൂടുപിടിക്കുകയാണ്. MS അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. G ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, കോട്ടയത്ത്
രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഇടം എന്ന മണ്ഡലം എന്ന കൂടി പ്രത്യേകതയുണ്ട്. നേരത്തെ തന്നെ പ്രചരണ പരിപാടികളൊക്കെ തുടങ്ങിയിരുന്നു. തുഷാർ കൂടി അവിടേക്ക് എത്തി പ്രചാരണ രംഗത്ത് സജീവമായി തുടങ്ങിയോ? തുഷാർ, സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമാകുമ്പോൾ എങ്ങനെയാണ് മത്സര രംഗം? ഇന്ന് സ്ഥാനാർത്ഥികൾ പ്രധാനമായും കേന്ദ്രീകരിക്കുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നത് ശരി തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായി ഒരു പരിധിവരെ കാത്തിരിക്കുന്നത് പോലെയായിരുന്നു മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ടായിരുന്നത്. LDF സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനെയായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത്. അദ്ദേഹം മണ്ഡലത്തിൽ ഉടനീളം പലയിടങ്ങളിലും വ്യക്തിപരമായ വോട്ടുകൾ തേടിയായിരുന്നു പോരുന്നത്. തൊട്ടു പിന്നാലെ ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഫ്രാൻസിസ് ജോർജിനെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹവും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും BJP NDA സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി കൂടി എത്തിയതോടുകൂടി അതിശക്തമായ ഒരു മത്സരത്തിന്റെ പ്രതീതി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം റോഡ് ഷോ, അതായത് ഇന്ന് രാവിലെ പലയിടത്തും തുഷാറും മറ്റ് സ്ഥാനാർത്ഥികളും അതായത് ഓരോ നിയോജക മണ്ഡലങ്ങളിലും പോകുന്നുണ്ട്. അതുകൂടാതെ വൈകുന്നേരം തുഷാർ വെള്ളാപ്പള്ളിയുടെ റോഡ് ഷോ ഉണ്ട്. പ്രകാശ് ജാവ്ദേക്കറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പുറത്തേക്ക് വന്നാൽ UDFനെ സംബന്ധിച്ച് അതിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്നാണ്. രമേശ് ചെന്നിത്തല ഏതാണ്ട് 11 മണിക്ക് കോട്ടയത്ത് നിർവഹിക്കും. സ്റ്റാർ ജംഗ്ഷന് സമീപമാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വരുന്നത്. അങ്ങനെ UDF ക്യാമ്പ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. LDFും നേരത്തെ തന്നെ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. വ്യക്തിപരമായ ബന്ധങ്ങൾ ഒക്കെ എല്ലായിടത്തും പോകുന്നു. അതേപോലെ തന്നെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് ഏതാണ്ട് 39 ദിവസം മാത്രം നിൽക്കുമ്പോൾ ഇനി കൂടുതൽ കൃത്യമായ സിസ്റ്റമാറ്റിക് ആയ ഒരു പ്രവർത്തനത്തിലേക്ക് മുന്നണി സ്ഥാനാർത്ഥികൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടിയുള്ള പരസ്യ പ്രചരണത്തിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. രേണുക, ഇതാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. റബ്ബർ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാന ചർച്ചാ വിഷയമാക്കിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ അവിടെ പ്രചരണ രംഗത്ത് സജീവമാകുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലം ആലത്തൂരാണ്. അവിടെ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മൂന്നാമത്തെ മന്ത്രിയാണ് ആലത്തൂരിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. CH മുഹമ്മദ് കോയയും AC ഷൺമുഖദാസുമായിരുന്നു മന്ത്രിയായിരിക്കെ ലോക്സഭയിലേക്ക് മത്സരിച്ചവർ. റിപ്പോർട്ട് കാണാം. സിറ്റിംഗ് MLAമാർ പാർലമെന്റിലേക്കും സിറ്റിംഗ് MP മാർ നിയമസഭയിലേക്കും മത്സരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയാണ്. പക്ഷേ നിലവിൽ മന്ത്രിമാർ മത്സരിക്കുന്നത് അപൂർവം മാത്രമാണ്. കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടയിൽ മൂന്നാമത്തെ മന്ത്രിയാണിപ്പോൾ പാർലമെൻറ്റിലേക്ക് ജനവിധി തേടുന്നത്. ആദ്യം CH മുഹമ്മദ് കോയയായിരുന്നു. 1973 C അച്യുതമേനോൻ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു CH. അന്ന് CHനെ ഇതിലേക്ക്, അതായത് ലോക്സഭയിലേക്ക് മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നു. ലീഗിനകത്ത് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. കാരണം CHനെ പോലെ പ്രഗത്ഭനായ ഒരു മന്ത്രിയെ ഇങ്ങനെ ലോക്സഭയിലേക്ക് മാറ്റുന്നത് അത് ശരിയല്ല എന്നൊരു വിഭാഗം ലീഗിനകത്ത് നിന്ന് ഉന്നയിക്കുകയും ചെയ്തു. ലീഗിനകത്തുള്ള ഒരു വിഭാഗീയതേൻ്റെ ഭാഗം കൂടിയായിരുന്നു, ഇര കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ CH മുഹമ്മദ് കോയ. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചെങ്കിൽ പോലും അത് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി. അന്നത്തെ മുസ്ലിം ലീഗ് അധ്യക്ഷനായ പൂക്കോയ തങ്ങൾക്കെതിരെ പോലും ആരോപണങ്ങൾ ഉയർന്നു. പൂക്കോയ തങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് CH മുഹമ്മദ് കോയയെ ഇങ്ങനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുകയും ഒപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു ആരോപണമൊക്കെ മറുവിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDFിലെ നവാസ് ഖാനെതിരെ 95,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് CH മുഹമ്മദ് കോയ വിജയിച്ചത്. അതിനുശേഷം അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയും പിന്നീട് മന്ത്രിയാവുകയും എല്ലാം ചെയ്തെങ്കിൽ പോലും ആ വിവാദം ലീഗിനകത്ത് കുറേ കാലം തുടരുകയും ചെയ്തു. അതിനുശേഷം NCPയിലെ AC ഷൺമുഖദാസാണ് മന്ത്രിയായിരിക്കുക. അദ്ദേഹം 1996 EK നായനാർ മന്ത്രിസഭയിൽ അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്ന വേളയിലാണ് അദ്ദേഹത്തോട് കണ്ണൂർ മണ്ഡലത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ മത്സരിക്കാൻ പാർട്ടി പറയുന്നത്. പാർട്ടി പറയുന്നതനുസരിച്ച് അദ്ദേഹം
ജനവിധി തേടുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ AC ഷൺമുഖദാസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണിപ്പോൾ കെ രാധാകൃഷ്ണൻ എന്ന നമ്മുടെ ദേവസ്വം മന്ത്രിയായ രാധാകൃഷ്ണൻ എത്തുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹം ആലത്തൂരിലാണ് ജനവിധി തേടുന്നത്. ഒരു മൂന്നാമത്തെ മന്ത്രി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. അദ്ദേഹത്തിൻ്റെ വിജയം ഉണ്ടാകുമ്പോൾ വിജയപരാജയങ്ങളെക്കുറിച്ചെല്ലാം നമുക്കിനി അറിയാൻ ദിവസങ്ങൾ ബാക്കിയുണ്ട്. എങ്കിൽ പോലും CPMന് വലിയ സ്വാധീനമുള്ള പ്രത്യേകിച്ച് LDFന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ആലത്തൂർ, ഒരു മണ്ഡലമാണ് ആലത്തൂർ. ഇവിടെയാണ് കെ രാധാകൃഷ്ണനെ പോലെ ഒരാളെ ഇറക്കി കഴിഞ്ഞ തവണ ഈ മണ്ഡലം കൈവിട്ടു പോയതാണ്. ആ കൈവിട്ട മണ്ഡലം പിടിക്കാൻ വേണ്ടി വന്നാൽ ഒരു മന്ത്രിയെ തന്നെ ഇറക്കേണ്ടി വരും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അങ്ങനെയാണ് കെ രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തിൽ ജനവിധി തേടാൻ തയ്യാറായിട്ടുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ ഈ 5 പതിറ്റാണ്ടിനിടയിൽ കാരണം 1973-നും 2024-നും ഇടയിൽ മന്ത്രിസ്ഥാനത്തിൽ ഇരിക്കുന്ന 3 പേർ മാത്രമാണ് ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നത്. എന്തായാലും ആദ്യത്തെ ഒരാൾ വിജയിക്കുകയും രണ്ടാമത്തെ ആൾ പരാജയപ്പെടുകയും ചെയ്തു. ഇനി രാധാകൃഷ്ണൻ്റെ ഊഴമാണ്. എന്തായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ സർവ്വസാധാരണയായി നടക്കാറുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഈ 5 പതിറ്റാണ്ടിനിടയിൽ ഒരു മൂന്നാമത്തെ മന്ത്രി മാത്രമാണ് ഇങ്ങനെയൊരു പരീക്ഷണത്തിന് ഇറങ്ങുന്നത്. എന്തായാലും ആ പരീക്ഷണം CPMനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. CHന് ശേഷം AC ഷൺമുഖദാസും അതിനുശേഷം കെ രാധാകൃഷ്ണനും അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ്. തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. 5 ലക്ഷം രൂപ സെമിയിലെത്തിയ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂടുപിടിക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുകയാണ്. പ്രവർത്തക സമിതി നാളെയുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയാണ്. ജോഡോ യാത്ര ഇന്നലെയാണ് അവസാനിപ്പിച്ചത്. സംഘടനാ തിരക്കിൽ തന്നെയാണോ KC വേണുഗോപാൽ? ആരിഫിന്റെ പ്രചാരണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പൊതുവെ പ്രചാരണ രംഗം മണ്ഡലത്തിൽ എങ്ങനെയാണ്? മികച്ച രീതിയിൽ തന്നെ പ്രചാരണവുമായി എല്ലാ സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോകുന്നു. ആലപ്പുഴ ജില്ലയിൽ 2 പാർലമെന്റ് മണ്ഡലങ്ങളാണ് ഉള്ളത്. ഒന്ന് മാവേലിക്കരയും മറ്റൊന്ന് ആലപ്പുഴയുമാണ്. ആലപ്പുഴയിൽ നമുക്കറിയാം KC വേണുഗോപാലും AM ആരിഫും ശോഭാ സുരേന്ദ്രനും 3 പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് AM ആരിഫ്. പ്രത്യേകിച്ച് CPMന്റെ കഴിഞ്ഞ തവണ വലതു തരംഗം ആഞ്ഞു വീശിയപ്പോഴും CPM നിലനിർത്തിയ ഏക സീറ്റാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ആ സീറ്റ് നിലനിർത്തണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ പ്രവർത്തകരും ഒപ്പം AM ആരിഫും ഉൾപ്പെടെയുള്ളവർ അവരുടെ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ജില്ലയുടെ തെക്കൻ മേഖലകളിലൊക്കെ ആയിരുന്നു പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്നത്. ഒപ്പം തന്നെ റോഡ് ഷോകളും സമാനമായ രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. KC വേണുഗോപാൽ സംഘടനാ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴും സംഘടനാപരമായ ചുമതലകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ നിന്നില്ല. അദ്ദേഹത്തിന്റെ ഇന്ന് ഹരിപ്പാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. അത്തരത്തിൽ അദ്ദേഹം ഇല്ലെങ്കിലും മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് സ്ഥാനാർത്ഥിയോടുകൂടി. അതുകൊണ്ട് തന്നെ അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മാവേലിക്കരയിലെ സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷ് ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. ഇന്ന് ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സഞ്ചരിച്ചുകൊണ്ട് LDF സ്ഥാനാർത്ഥിയായ അരുൺകുമാറും ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായ ബൈജു കലാശാലയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തവണ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന, കേരളം തന്നെയല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്തോടെ ആലപ്പുഴ മാറുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അടക്കമുള്ള വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള വാദങ്ങൾ LDF UDFനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ LDFന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടും കഴിഞ്ഞ കാലയളവിലെ വികസന പ്രവർത്തനങ്ങൾ KC വേണുഗോപാലിന്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയുമാണ് UDF പ്രതിരോധിക്കുന്നത്. അതേസമയം കരിമണൽ ഉൾപ്പെടെയുള്ള
വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത്തരം ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനവും മുന്നോട്ട് പോകുന്നത്. എന്തായാലും NDAക്ക് ശോഭാ സുരേന്ദ്രനെ ഇവിടെ മത്സരിക്കാൻ കിട്ടിയതോടുകൂടി അവരും ആ ഒരു മത്സരത്തിന്റെ ആവേശത്തിലേക്ക് അവരും എത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വോട്ട് നില ഉയർത്തുക എന്നല്ല, മറിച്ച് വിജയിക്കുകയാണ് തന്റെ ലക്ഷ്യം. ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്നാണ് ശോഭാ സുരേന്ദ്രനും ഒക്കെ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ആവേശകരമായ ഒരു ചിത്രം തന്നെയാണ് മറ്റെല്ലാ ഇടങ്ങളിലെയും പോലെ ആലപ്പുഴയിലും. രേണുക, തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലെ പ്രത്യേകത അവിടെ സാന്നിധ്യം അറിയിക്കാൻ 2020 സ്ഥാനാർത്ഥി ഉണ്ട് എന്നതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിയില്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയും നടപ്പാക്കുന്നില്ല എന്നാണ് എറണാകുളം മണ്ഡലം സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ആന്റണി ജൂഡി പറയുന്നത്. പ്രചാരണ രംഗത്ത് വളരെ സജീവമാണ് 2020യും. എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങൾ വളരെ സജീവമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. നമുക്കൊപ്പം എറണാകുളം മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആന്റണി ജൂഡി ചേരുന്നു. എങ്ങനെ പോകുന്നു പ്രചാരണ പരിപാടികൾ? നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ കണ്ടും അവരെ കേട്ടുകൊണ്ടും 2020 പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. എത്രമാത്രം ഒരു സാധ്യതകളുണ്ട്? വിജയം സുനിശ്ചിതമാണ്. എന്താണ് അതിന്റെ ഒരു സാധ്യതയായിട്ട് നിങ്ങൾ കാണുന്നത്? പ്രചാരണം എന്താ മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മൾ വാഗ്ദാനങ്ങളൊന്നും തന്നെ നൽകാതെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജനങ്ങളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളൊരിക്കലും പ്രവർത്തകരോടല്ല സംസാരിക്കുന്നത്. നമ്മൾ ജനങ്ങളെ ചെന്ന് കണ്ട് ജനങ്ങളെ കേട്ടുകൊണ്ട് അവരുടെ വിഷയങ്ങളെ പഠിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനം നടന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. എന്തൊക്കെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? നമുക്ക് ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള എല്ലാ ജനങ്ങളുടെ ആവശ്യം. ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് 2020 പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്, അവരോടൊപ്പം ആയിക്കൊണ്ട് തന്നെ. രാഷ്ട്രീയം പറയാതെയാണ് പലപ്പോഴും 2020 പോകുന്നത് മുന്നോട്ട്. എന്താണ് രാഷ്ട്രീയപരമായി നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച്? നമ്മളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനസേവനമാണ്. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ വികസനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയമെന്നാണ് പ്രസ്ഥാനത്തിന്റെ കരുതൽ. മറ്റു മുന്നണികളെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? അത് ജനങ്ങളാണല്ലോ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2020യുടെ ഒരു പ്രസക്തി ഇന്ന് നിലനിൽക്കുന്നത്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് വാഗ്ദാനമാണ് നിങ്ങൾ, അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പറയുന്നത്? നമ്മൾ വാഗ്ദാനങ്ങൾ നൽകുന്നില്ല. നമ്മൾ രചിക്കും നാടിന്റെ വികസനം, എറണാകുളത്തിന്റെ വികസനം. അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ഒരു കൺസെപ്റ്റ്, എന്താണ് എന്തെങ്കിലും പറയാനുള്ളത്? നമുക്ക് ബേസിക്കലി 65 വർഷമായിട്ട് നമ്മളെ പറഞ്ഞും പറ്റിച്ചും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഒരു പ്രതീക്ഷയറ്റ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. നമ്മൾ മത്സരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് ബേസിക് പരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് പ്രസ്ഥാനത്തിന്റെ ആശയവും. അതുതന്നെയാണ് മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ മത്സരത്തിലേക്ക് പോകുന്നത്. എറണാകുളം ഒരു വലിയ രീതിയിൽ വികസന സാധ്യതകളുള്ള ഒരിടമാണ്. പ്രത്യേകിച്ച് ഇവിടേക്കൊക്കെ വരുമ്പോഴെല്ലാം തന്നെ ഒരു IT ഹബ് എല്ലാം തന്നെ വരുന്നുണ്ട്. ഇവരോടൊക്കെ സമ്മിശ്രമായ ജനങ്ങൾ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളുള്ളതാണ്? അവര് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, വികസിക്കാൻ പറ്റിയൊരു പ്രദേശമാണ്. എന്തുകൊണ്ട് വികസനം നടന്നില്ല എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. കഴിഞ്ഞ ഒരു 65 വർഷമായിട്ടും എറണാകുളത്തിന്റെ വികസനം എവിടെ എത്തി നിൽക്കുന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അവർ പറയുന്ന ഫീഡ്ബാക്കുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന ഒരു വികസനം എന്ന് പറയുന്നത് 15 വർഷം പിന്നോട്ടുള്ള വികസനമല്ല, മുന്നോട്ടുള്ള വികസനമാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊരു ആശയത്തെ സ്വീകരിച്ചു തുടങ്ങിയതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടാണ് 2020 എന്ന പ്രസ്ഥാനം ഇന്ന് എറണാകുളം പാർലമെന്റിലും ചാലക്കുടി പാർലമെന്റിലും മത്സരിക്കുന്നത്. എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു വിജയത്തിന്. 2020 പ്രവർത്തകർ വലിയ ആവശ്യത്തിൽ തന്നെയാണ് അവരുടെ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തനത് രീതികളിൽ പ്രചാരണങ്ങൾ കൊണ്ടുപോകുന്നതോടും അതേപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ വാഹന പ്രചാരണ പരിപാടികളും പ്രവർത്തകരെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾക്ക് 2020യും മുൻതൂക്കം നൽകുന്നു. വലിയ രീതിയിലുള്ളൊരു മാറ്റം വോട്ടിംഗ് മേഖലയിൽ അല്ലെങ്കിൽ വിജയം സുനിശ്ചിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നതെല്ലാം തന്നെയുള്ള ഒരു ആത്മവിശ്വാസമാണ് ആ പ്രവർത്തകരിലുമുള്ളത്. ക്യാമറാമാൻ ഷ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. നമ്മൾ ഇന്ന് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 2 വാർത്തകൾ കൂടിയുണ്ട്. അതിലൊന്ന് സുപ്രീം കോടതിയിൽ നിന്നുള്ളതാണ്. ഹിമാചൽ പ്രദേശിൽ അയോഗ്യരാക്കപ്പെട്ട 6 കോൺഗ്രസ് MLA-മാരുടെ ഹർജി ഇന്ന് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അയോഗ്യരാക്കിയ സ്പീക്കറുടെ നടപടി ചോദ്യം ചെയ്താണ് MLA-മാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചാൽ പോരെയെന്ന്
സുപ്രീം കോടതി ഹർജിക്കാരോട് ചോദിച്ച ഒരു സാഹചര്യവുമുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്തതിനെ തുടർന്നാണ് എംഎൽഎമാരെ സ്പീക്കർ അയോഗ്യരാക്കിയത്. ഇത് ചോദ്യം ചെയ്താണ് എംഎൽഎമാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പ്രതീക്ഷിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ പുതിയ സമൻസ് അയച്ച ഇ ഡി നടപടിക്കെതിരായ തോമസ് ഐസക്കിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. വീണ്ടും സമൻസ് അയക്കാനിടയായ സാഹചര്യവും അതിന് ഐസക്കിനുള്ള മറുപടിയും കോടതി കേൾക്കും. ഡാനി പോൾ അതിന്റെ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, മസാല ബോണ്ട് കേസ് വീണ്ടും കോടതിയിൽ വരികയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ചൂടുപിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട നടപടികൾ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നോ? നടപടികളോ ഇടപെടലോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? രേണുക, ഇക്കാര്യത്തിൽ ഇന്ന് കോടതിയിലെ പ്രധാന നടപടി എന്ന് പറയുന്നത് ഈ സമൻസ് അയക്കാനുള്ള എന്ത് കാരണങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചിരുന്നു. തോമസ് ഐസക് ഇത്തരം കാര്യങ്ങൾ ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്തത്. അതിൽ ഈ സമൻസ് അയച്ചതിൽ എന്ത് വിശദീകരണമാണ് ഉള്ളതെന്ന് കോടതിയും ഇ ഡിയോട് ആരാഞ്ഞിരുന്നു. അതിനുള്ളൊരു വിശദീകരണമാണ് ഇ ഡി നൽകുന്നത്. നേരത്തെ ലഭ്യമായ കിഫ്ബിയിൽ നിന്നടക്കം ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയുമായി മുന്നോട്ട് പോയതെന്നടക്കമുള്ള വിശദീകരണങ്ങൾ ഇ ഡി നൽകിയിരുന്നതാണ്. എങ്കിൽ കൂടിയും പിന്നീട് സമൻസ് ഇതിന് ഹാജരാകാതെ വരികയും കിഫ്ബിയും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് എത്തുകയും ഇതിൽ വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി ഇന്ന് എന്തുകൊണ്ട് തങ്ങൾ വീണ്ടും തോമസ് ഐസക്കിന് തുടർച്ചയായി സമൻസ് അയക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകും. അത് കോടതിക്ക് മുന്നിലേക്ക് അത്തരം വിശദീകരണങ്ങൾ നൽകുകയും ചെയ്യും. ഇതുവരെയും തോമസ് ഐസക് നോട്ടീസിന് ഇതുവരെയും ഹാജരായിട്ടില്ല എന്ന കാര്യവും ഇ ഡി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. 7 തവണയോളം ഇതിൽ സമൻസ് അയച്ചിരുന്നു, പക്ഷെ ഇതുവരെയും ഹാജരായിട്ടില്ല. ഇത് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടതില്ല എന്ന നിലപാടാണ് തോമസ് ഐസക് തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സമൻസിന് ഹാജരാകാതിരുന്നത് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിന്റെ പശ്ചാത്തലമായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. അതിനു മുൻപ് മറ്റ് പല കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നു. തോമസ് ഐസക്കിന്റെ നിലപാടുകളെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇ ഡി നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ആനുപാതികമായ കാരണങ്ങൾ, അതിന്റെ വിശദീകരണങ്ങൾ ഇന്ന് കോടതിക്ക് മുൻപാകെ ഇ ഡി സമർപ്പിക്കും. രേണുക, ശരി. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകുന്നത്. പാലക്കാട് നിന്ന് എസ് വിനേഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് നാളെ പ്രധാനമന്ത്രി വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കായി എത്തുന്നു എന്നതാണ് പ്രത്യേകത. അദ്ദേഹം ഒരാഴ്ചക്കിടെ 2ാം തവണ കേരളത്തിലേക്ക് എത്തുന്നു. എ ക്ലാസ് മണ്ഡലമാണ് ബിജെപിയുടേത് പാലക്കാട്. അവിടെ പ്രധാനമന്ത്രിയെ ഇറക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൊഴുപ്പിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത്. റോഡ് ഷോ ഉൾപ്പെടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റാനും ബിജെപി കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു. വിനേഷ് കുമാർ അവിടെ നിന്ന് ചേരുകയാണ്. വിനേഷ്, ബിജെപി പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രധാനമന്ത്രി റോഡ് ഷോ ഉൾപ്പെടെ നടത്തും അവിടെ. പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തിന്റെ പരിപാടികളിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നുണ്ട്. റോഡ് ഷോ ചുരുക്കിയിരിക്കുന്നു, ഒപ്പം തന്നെ പൊതുയോഗം വേണ്ട എന്ന് വെച്ചിരിക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. എന്താണ് അതിനുള്ള സാഹചര്യം? രേണുക, നേരത്തെ ക്രിസ്ത്യൻ കോളേജ് മുതൽ പാലക്കാട് കോട്ട വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടത്തേണ്ടിയിരുന്നത്. പക്ഷേ പിന്നീട് അത് മാറ്റം വരുത്തുകയായിരുന്നു. അത് രാവിലെ 8:30 തുടങ്ങുന്ന രീതിയിലായിരുന്നു ക്രമീകരിച്ചിരുന്നത്. അതിനുശേഷമാണിപ്പോൾ 10:30, അതെ 10:30 പാലക്കാട് ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇവിടെ നിന്ന് തുടങ്ങി സുൽത്താൻപേട്ട് വഴി ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം സമാപിക്കും. അതായത് 900 മീറ്റർ മാത്രം ദൂരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ടായിരിക്കുക. എന്തായാലും അതിനുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. വലിയ പരിശോധന നടത്തിയിട്ടാണ് പുറത്തുനിന്നുൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ കടത്തിവിടുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ വലിയൊരു സാധ്യത ഭാവിയിലുള്ളൊരു മണ്ഡലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ പ്രധാനമന്ത്രിയെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് പരമാവധി ഇളക്കിമറിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഒരുപക്ഷെ തൃശ്ശൂരിനേക്കാൾ കൂടുതൽ പാലക്കാട് വലിയ സാധ്യതയുള്ള ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ തന്നെയാണ് പാലക്കാടിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പരമാവധി വോട്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ വളരെ ശക്തമായ പോരാട്ടം നടന്ന ത്രികോണ മത്സരം നടന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ബി ജെ പി നേതാവും ഒപ്പം തന്നെ NDAയുടെ പാലക്കാട് സ്ഥാനാർത്ഥിയുമായ C. കൃഷ്ണകുമാറാണ്. എങ്ങനെയൊക്കെയാണ് നാളത്തെ പരിപാടികൾ?
പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന BJPയുടെ 50,000-ത്തിലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയൊരു റോഡ് ഷോ ആണ് നാളെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രവർത്തകരെ വരാനും അതുപോലെ തന്നെ റോഡ് ഷോയിൽ പങ്കെടുക്കാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. വരുന്ന പ്രവർത്തകരെ മണ്ഡലാടിസ്ഥാനത്തിൽ വിവിധ സെക്ടറുകളായിട്ട് 24ഓളം സെക്ടറുകളായിട്ട് റോഡ് ഷോയിൻ്റെ ഭാഗങ്ങളെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തകരെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ, പ്രവർത്തകരെ ഇറക്കേണ്ട സ്ഥലവും അത് പാർക്ക് ചെയ്യേണ്ട സ്ഥലവും, അങ്ങനെ എല്ലാവിധ സജ്ജീകരണവും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് റോഡ് ഷോയ്ക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം പങ്കെടുക്കുന്ന പ്രവർത്തകർക്ക്, റോഡ് ഷോയിന് വരുന്ന ആളുകൾക്ക് കനത്ത ചൂടാണ്, അവർക്ക് ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടി. അങ്ങനെ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഈ BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലം, പ്രത്യേകിച്ച് NDAയുടെ, അത് പ്രധാനമന്ത്രിയുടെ വരവോട് കൂടിയിട്ട് കുറച്ചുകൂടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും മോദിജിയുടെ വരവ് പാലക്കാട്ടുകാർ വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് BJPയുടെ പ്രവർത്തകർ, അതുപോലെ തന്നെ സ്ത്രീകളടക്കമുള്ള ആളുകൾ മോദിജിയെ ഒരു നോക്ക് കാണാനായിട്ട് 15-ാം തീയതി അദ്ദേഹം വരുന്ന ആദ്യം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ വലിയ ആവേശത്തോടു കൂടിയിട്ടുള്ള പ്രതികരണമായിരുന്നു പാലക്കാടൻ ജനതയുടെ ഭാഗത്തുനിന്ന്. ഇത് തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിലും തീർച്ചയായിട്ടും ഇത് പ്രതിഫലിക്കും. എന്തായാലും പ്രധാനമന്ത്രി പ്രധാനമായും തൃശ്ശൂരായിരുന്നു ഒരു സമയത്ത് വലിയ തോതിൽ ഫോക്കസ് ചെയ്യപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. സുരേഷ് ഗോപി മത്സരിക്കുന്നു. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നുപോയി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് കേരളത്തിൽ 2ാം വരവാണ്. അത് പ്രധാനമായും പാലക്കാടിനെ ഫോക്കസ് ചെയ്യാനുള്ളൊരു കാരണം എന്താണ്? പാലക്കാട് BJPയെ സംബന്ധിച്ചോളം വലിയ പ്രതീക്ഷയുള്ള, സംഘടനാപരമായിട്ട് നല്ല അടിത്തറയുള്ള മണ്ഡലങ്ങൾ. കഴിഞ്ഞ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പടിപടിയായിട്ട് BJPയുടെ വോട്ടിംഗ് ശതമാനം കൂടി വരുന്ന മണ്ഡലമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്താണ്. പ്രധാനപ്പെട്ട പാലക്കാടും മലമ്പുഴയിലും. പാലക്കാട് ശ്രീധരൻ സാർ പരാജയപ്പെട്ട് ചെറിയ വോട്ടിലാണ്, ശതമാനത്തിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഇതെല്ലാം BJPയുടെ സാധ്യത പാലക്കാട് വർദ്ധിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തവണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് വിജയിക്കാൻ കഴിയുന്നുള്ള. ശരി, പ്രധാനമന്ത്രി കൂടി എത്തുന്നു. പ്രചരണം കൊഴുപ്പിക്കാനാണ് BJP നീക്കം. വലിയ പ്രതീക്ഷയാണ് പാലക്കാടിനെ സംബന്ധിച്ചുള്ളത് എന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പറയുന്നതാണ് കേട്ടത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി നമുക്ക് വേഗത്തിലൊന്ന് പോകാം. ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി നിധീഷിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. നിധീഷിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിക്കും. മറ്റൊരു പ്രതിയായ വിജയന്റെ ഭാര്യ സുമയെയും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. 3 പ്രതികളെയും ഒന്നിച്ച് ചോദ്യം ചെയ്താൽ നിർണായക തെളിവുകൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, നാടിനെ നടുക്കിയ സംഭവമാണ്, ഒരു ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞ സംഭവം. പക്ഷേ ഇപ്പോഴും ദുരൂഹതകൾ ബാക്കിയാണ്. കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന ഒരു സാഹചര്യവുമുണ്ട്. അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇരട്ടക്കൊലപാതകത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ ഇതുവരെയും പോലീസിന് ലഭ്യമായിട്ടില്ല. വിജയന്റെ മൃതദേഹം കൊലപാതകത്തിന് ശേഷം ഇത് കുഴിച്ചിട്ട സ്ഥലം കൃത്യമായി പ്രതി നിതീഷ് കാണിച്ചു കൊടുക്കുകയും വീട്ടിനുള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുക സാധിക്കുകയും ചെയ്തു. 2016 ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത്. എന്നാൽ മൃതദേഹത്തെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. മുഖ്യപ്രതിയായ നിതീഷ് ഇടയ്ക്കിടെ മൊഴി മാറ്റുന്നത് വലിയ പ്രതിസന്ധിയാണ് പോലീസിനെ സൃഷ്ടിച്ചത്. നിതീഷ് ചൂണ്ടിക്കാട്ടിയ പറഞ്ഞ സ്ഥലത്ത് 2 ദിവസങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. എങ്കിലും ഇവിടുന്ന് യാതൊരു തെളിവും ശേഖരിക്കാൻ സാധിച്ചില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ വിഷ്ണു, സുമ എന്നിവരടക്കം മറ്റു പ്രതികളിലേക്ക് കൂടി അവരെ കൂടി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താനാവൂ എന്ന നിലയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. വിഷ്ണുവിനായി ഇന്ന് വിഷ്ണുവിനെ കസ്റ്റഡി ലഭിക്കാൻ ഇന്ന് അപേക്ഷ സമർപ്പിക്കുമെന്നാണ് സൂചന. നിലവിൽ മോഷണ കേസിൽ റിമാൻഡിൽ കഴിയുകയാണ് വിഷ്ണു. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ PG മനുവിന്റെ ജാമ്യഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നു. ചോറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. പ്രമേഹ രോഗം വർദ്ധിച്ചതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ശസ്ത്രക്രിയ കഴിഞ്ഞ ഇടത് കാലിൽ സ്റ്റീൽ റോഡ് ഇട്ട സ്ഥലത്ത് പഴുപ്പുണ്ടെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഹർജി നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തെന്നും ഇനിയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലാത്തതിനാൽ ജാമ്യം നൽകണം എന്നതുമാണ് വാദം. കണ്ണൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൌത്യം പരാജയപ്പെട്ടു. കണ്ണൂർ കേളകം അടയ്ക്കാത്തോട് ജനവാസ കേന്ദ്രത്തിലെത്തിയ കടുവയെ മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ. കടുവ പ്രദേശത്തെ മറ്റൊരിടത്തേക്ക് മാറിയതിനാലാണ് ദൌത്യം ഇന്നലെ പരാജയപ്പെട്ടത്. മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൌത്യം ഇന്നും തുടരും. വനം വകുപ്പ് RRT സംഘവും പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്.
വാർത്താരംഭം ഇതോടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം. നൽകിയത്